സ്കൂളായിരുന്നു. പിന്നെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് സ്കൂൾ. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ കണ്ണൂരേക്ക് ഞാൻ സെവൻസാണ് ആ സമയത്ത് തന്നെ അധികം സെവൻസ് ആയിരിക്കും. അങ്ങനെയാണ് കളിച്ചുകൊണ്ട് ആൾക്കാർ അതിലുണ്ട്. അങ്ങനെ കളി കണ്ടിട്ടാണ് അവർ പറഞ്ഞത് അടുത്ത നമുക്ക് കളിച്ചുകൊണ്ടേക്ക് സൈൻ ചെയ്യും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനൊരു ജീവിത തുറന്നു കിട്ടിയാണ്. അങ്ങനെ എനിക്ക് ജോലി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. പക്ഷെ അന്ന് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് 17 വർഷത്തിൽ സന്തോഷത്തിൽ നേടി എന്നതിലുപരിയായിട്ട് എനിക്കൊരു ജീവിതം തുറന്നു കിട്ടുന്നില്ല. പല കുട്ടികളും ട്യൂഷനുകളും പോലെയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ട്. ആ വർഷം എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഡേ സ്കൂളിലൊക്കെ അവധി പബ്ലിക് ഹോളിഡേയാണ്. ജോലി കിട്ടി അത് ചെറിയൊരു കിട്ടല്ലേ. ഹായ് ഫ്രണ്ട്സ്, സ്പർശന അവാർഡ്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്ക് സ്വാഗതം. നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് വിജയേന്ദ്ര സാറിനെയാണ്. 1992 കോയമ്പത്തൂരിൽ വെച്ച് നമ്മൾ രണ്ടാമത്തെ സന്തോഷ് ട്രോഫി നേടിയ ടീമിലെ അംഗമായിരുന്നു. കാസർഗോഡ് സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം. വിജയേന്ദ്ര സാർ, ഒത്തിരി സന്തോഷമുണ്ട് താങ്കളെപ്പോലെ ഒരാളെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി താങ്കളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. താങ്കളുടെ ഒരു ബാല്യകാല എക്സ്പീരിയൻസ്, ഫുട്ബോളിലെ ഒരു ബാല്യകാല എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ? ഒരു ഗ്രാമമാണ്, സൗകര്യത്തോട് കൂടിയിട്ടുള്ളതല്ല. ഇവിടെ കിടക്കുന്ന ഒരു ഗ്രൗണ്ടുണ്ട്, അതിലൂടെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ ഒരു ഇന്റർനാഷണലാണ്. ഏട്ടനിൽ നിന്നാണ് എൻ്റെ പ്രചോദനം വരുന്നത്. അദ്ദേഹം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇന്ത്യക്ക് വേണ്ടി 6-7 തവണ സന്തോഷത്തോടെ കളിച്ചു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ കുറച്ച് പുറത്തായിരുന്നു, റിട്ടയർഡായിട്ട് നാട്ടിൽ തന്നെ. അതിലൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലേക്ക് തന്നെ കടന്നു വന്നത്. സ്കൂൾ ഏതായിരുന്നു? വീടിനടുത്തുള്ള ഒരു സെൻറ്റൻസ് സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൗണിൽ രാജാസ് ഹൈ സ്കൂളായിരുന്നു. പിന്നെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് സ്കൂൾ. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ കണ്ണൂരേക്ക് ഞാൻ സെവൻസാണ് ആ സമയത്ത് തന്നെ അധികം സെവൻസ് ആയിരിക്കും. മലബാറിൽ മൊത്തം സെവൻസേ ഉണ്ടായിരുന്നു. അപ്പം കണ്ണൂർ വ്യക്തി പ്രദേശം പിന്നെ എന്നെയും കൂടി വിളിച്ചു. അങ്ങനെയാണ് കളിച്ചുകൊണ്ട് ആൾക്കാർ അതിലുണ്ട്. അങ്ങനെ കളി കണ്ടിട്ടാണ് അവർ പറഞ്ഞത് അടുത്ത നമുക്ക് കളിച്ചുകൊണ്ടേക്ക് സൈൻ ചെയ്യും. അങ്ങനെയാണ് 90 കളിച്ചുകൊണ്ട് കൊണ്ട് സൈൻ ചെയ്തത്. അങ്ങനെ കളിക്കാനൊന്നും പോകില്ല. 91 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പോൾ 91-ന് പിന്നെ 92-ന് തിരൂരിൽ വെച്ചായിരുന്ന ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെൻറ്റ്, സംസ്ഥാന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ട് എല്ലാം കിട്ടിയത്. അപ്പോൾ ആ വർഷം തന്നെ സന്തോഷ് ട്രോഫിയിലേക്ക് കിട്ടി. അന്ന് പിന്നെ സന്തോഷ് ട്രോഫി കിട്ടിയ വർഷം നമ്മുടെ ജാഫർക്കായിരുന്നു കോച്ച്, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. പക്ഷെ അന്ന് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. 17 വർഷത്തിന് ശേഷം 2000 കിട്ടിയതാണ്. 73-ക്ക് ശേഷം. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനൊരു ജീവിത തുറന്നു കിട്ടിയാണ്. അങ്ങനെ എനിക്ക് ജോലിയുണ്ട്. ജോലിയൊക്കെ ഞാനും വേറൊരാളും കൂടി ഉണ്ടായിരുന്ന ഓർമ്മ. അപ്പോൾ അതോടുകൂടി എനിക്ക് പിന്നെ ചിലപ്പോൾ ജോലിയുണ്ട്. അന്ന് കരുണാകരൻ സാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഓർഡർ തന്നെ ഇട്ടു, ഇതിൽ ജോലിയില്ലാത്ത ആൾക്കാർക്ക് ജോലി കൊടുക്കണമെന്നില്ല, എവിടെയായാലും ജോലി കൊടുക്കണമെന്ന് ഓർഡർ തന്നെ ഇട്ടു. അതിൻ്റെ പൈസ കഴിച്ചാൽ എനിക്ക് ഇലക്ട്രോണിക്സിൻ്റെ ജോലിയില്ല. അപ്പോൾ ആ സന്തോഷത്തിൽ നേടി എന്നതിലുപരിയായിട്ട് എനിക്കൊരു ജീവിതം തുറന്നു കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം കഴിച്ചു? ഏകദേശം ലാസ്റ്റ് 2004 വരെ. 2004-ലാണ് ടീം എൻ്റെ ടീം കളിക്കുന്ന ടീം തന്നെ. കേരളത്തിലെ ഒട്ടുമിക്ക ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏത് പൊസിഷനിലാണ്? ഞാൻ ഹാഫിലാണ്. മിഡിൽ ഹാഫ് ഫാമിലിയെ പറ്റി പറയാം. ഫാമിലി ഭാര്യ 2 കുട്ടികളാണ്. ഭാര്യ ഹെൽത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്കും മൂത്തമോൾ PG കഴിഞ്ഞിട്ട് ഡാറ്റ എൻട്രി കോഴ്സിൽ വരും. ഗവൺമെൻറ് സർവീസ് ഒരു രണ്ടാമത്തോട് ഇതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു നേഴ്സിംഗ് കോഴ്സ് തീരാൻ പോകുന്നു. ഇപ്പോൾ ഫുട്ബോളുമായി എന്തെങ്കിലും ബന്ധം? നാട്ടിലെ കുട്ടികൾക്ക് പിന്നെ ക്യാമ്പ് കൊടുക്കുന്നു. മാർച്ച് മാസമായതുകൊണ്ട് പരീക്ഷാകാലം. വെക്കേഷനിൽ വീണ്ടും തുടങ്ങും. എത്ര കുട്ടികൾ വരാറുണ്ട്? ഏകദേശം ഒരു 50 കുട്ടികളുണ്ടാവും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ശനി ഞായറാഴ്ച മാറ്റി. പല കുട്ടികളും ട്യൂഷനെല്ലാം പോകുന്നതാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ട് ശനി ഞായറും മാറ്റി മാറ്റി. അപ്പോൾ ആ ഒരു വർഷം, അതായത് 92-ൽ കപ്പ് നമ്മൾ സന്തോഷ് ട്രോഫിയിൽ കളിക്കാൻ പറ്റി. ആ വർഷം നമ്മൾ 17 വർഷങ്ങൾക്ക് ശേഷം ജയിക്കാൻ പറ്റി. അപ്പം ആ ഒരു
അത് അത് തരുന്ന ഒരു ഗ്രേസ് ഉണ്ട്, അല്ലെങ്കിൽ അത് തരുന്ന ഒരു വലിയൊരു റീച്ച് ഉണ്ട് പൊതുജനങ്ങൾക്കിടയിൽ. അത് 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 അതെങ്ങനെയാണ് എൻജോയ് ചെയ്തത്? പറഞ്ഞറിയിക്കാൻ പറ്റാതെ, കാരണം എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നേ അതാണ്. പിന്നെ സന്തോഷ് ട്രോഫി പ്ലെയർ മാത്രമല്ല, നമുക്ക് ചാമ്പ്യനാണ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ വർഷം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ സ്കൂളിലൊക്കെ അവധി പബ്ലിക് ഹോളിഡേയാണ്. അതേപോലെ തന്നെ ആ ടീം തന്നെയാണ് പിന്നെ 93-ൽ മാൽഡീവ്സിൽ ഒരു ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റ്. അപ്പം ഇവർക്ക് ശരിക്കും ഇന്ത്യൻ ടീമാണ് പോകേണ്ടത്. അന്ന് നമ്മളുടെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഓർമ്മയിലാണ് ഇത് പറയുന്നത്, ശരി പറഞ്ഞു കേട്ടതാണ്. പക്ഷേ കേരള ടീം പോയാൽ അങ്ങനെയാണ് നമ്മൾ തന്നെ പോയത്. അവിടെയും നമ്മൾ തന്നെയാണ് ചാമ്പ്യൻസ്. അവിടെ മാൽദീവ് അത് ഇന്റർനാഷണൽ ആണ്. കാരണം നേപ്പാളായാലും അങ്ങനെ കുറേ ടീമുകൾ അവരിലായിരുന്നു ആ ടീം, മാൽദീവ്സ് അങ്ങനെ ടീമുകളായിരുന്നു. അവിടെയും നമ്മൾ തന്നെയാണ് ചാമ്പ്യൻസ്. ആ ഒരു ടൂർണമെന്റിന് ശേഷം എന്തെങ്കിലും സ്പെഷ്യലായ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നു? ജോലി കിട്ടി, കലക്ടറോട് ജോലി. അത് ചെറിയൊരു കിറ്റല്ലേ, വലിയൊരു കിറ്റ്. അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ താങ്കളെ പോലെ ഒരാളെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, അതിയായ സന്തോഷമുണ്ട്. ഇനി ഒരുപാട് കാലം താങ്കൾ പറഞ്ഞല്ലോ ക്യാമ്പ് നടക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പഠിച്ച ആ ഒരു ഫുട്ബോൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ, നമ്മുടെ വഴികളിലൂടെ ഒന്നോ രണ്ടോ കുട്ടികളെ നല്ല തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാൻ ആശംസിക്കുന്നത്. ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്.